നിന്ന്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി നടന്നത് മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമെന്നും അതിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല എന്നും തൃശൂർ മേയർ MK വർഗീസ്. BJP-യിലേക്ക് പോകുമെന്ന വാർത്തകൾ തീർത്തും തെറ്റാണ്. തൻ്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. അതിനകത്തൊരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന വലിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. മറ്റു തരത്തിലുള്ള രാഷ്ട്രീയം ഇതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനൊരു സംഭവം ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോട് വല്ല പ്രത്യേക വൈരാഗ്യം കൊണ്ടാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഞാൻ BJP-യിലേക്ക്, എൻ്റെ ആദർശം വേറെ, അദ്ദേഹത്തിൻ്റെ ആദർശം വേറെ, അത് തമ്മിൽ സമന്വയിപ്പിച്ച് ഞാനിതിപ്പോൾ BJP-യിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റായ ഒരു പ്രവണതയല്ലേ. കാരണം ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. ഇടതുപക്ഷത്തിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് ഞാൻ. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സുരേഷ് ഗോപിക്ക് തുടർച്ചയായുള്ള മേയറുടെ പ്രശംസ അത് LDFിൻ്റെ വലിയ അതൃപ്തിക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അതിനിടയിലും BJP-യിലേക്കില്ല, ഈ പ്രശംസയിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുള്ള മേയറുടെ പ്രതികരണം കൊണ്ട് ഈ വിവാദം തണുപ്പിക്കാൻ കഴിയുമോ സൂരജ്? തുടർച്ചയായി CPM-നെയും ഇടതുമുന്നണിയെയും എല്ലാം വെട്ടിലാക്കിക്കൊണ്ടാണ് ഈ മേയർ സുരേഷ് ഗോപിയെ പ്രശംസിക്കുന്നത്. ഇതേ തുടർന്ന് ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മേയറെ താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇന്നലെ നടന്ന പൊതുയോഗത്തിൽ മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തുകയും സുരേഷ് ഗോപി ഒട്ടേറെ വികസന ആശയങ്ങളുള്ളയാളാണ് എന്ന തരത്തിൽ മേയർ സംസാരിച്ചു. തൊട്ടു പിന്നാലെ സുരേഷ് ഗോപിയും തനിക്ക് മേയറോട് ബഹുമാനമാണ്, ആദരവാണ് എന്ന തരത്തിൽ സംസാരിച്ചു. അങ്ങനെ പരസ്പരം പുകഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് മേയർ BJP-യിലേക്ക് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നത്. വലിയ രീതിയിൽ BJP-യിലേക്ക് മേയർ പോകുന്നു എന്ന വാർത്തകൾ ഉൾപ്പെടെ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ CPI കടുത്ത അതൃപ്തി, ഇന്നലെ ഇത് സംബന്ധിച്ച അവർ ആഭ്യന്തരമായി തന്നെ ഇത് അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ നമ്മൾ മേയറോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയത്. ആ സമയത്താണ് മേയർ പറഞ്ഞത് താൻ ഒരു തരത്തിലും BJP-യിലേക്ക് പോകില്ല, BJP-യിൽ പോകുമെന്ന വാർത്തകൾ തീർത്തും തെറ്റാണ്, ഇടതുപക്ഷത്തിനൊപ്പമാണ്, ഇടതുമുന്നണിക്കൊപ്പമാണ്, CPM ആണ് തന്നെ ചേർത്ത് നിർത്തുന്നത്, CPM സഹയാത്രികനാണ്. അതുകൊണ്ട് തന്നെ CPM-ന്റെ ഘടകകക്ഷിയായിട്ടുള്ള CPI-ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അതിർത്തി ഉണ്ടെങ്കിൽ CPI-യുമായി ചർച്ചകൾ നടത്താൻ താൻ തയ്യാറാണെന്ന് മേയർ പറയുന്നു. സുരേഷ് ഗോപിയുമായി തനിക്ക് രാഷ്ട്രീയ ബന്ധമില്ല, പകരം ഒരു MP ആണ്. തൃശ്ശൂരിൻ്റെ MP ജയിച്ച് മന്ത്രിയായി വരുമ്പോൾ ഒട്ടേറെ വികസന ആശയങ്ങളുള്ള മന്ത്രി, അദ്ദേഹത്തെ കൊണ്ട് തൃശ്ശൂരിന് ഗുണകരമായ വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നത് മാത്രമാണ് താൻ ലക്ഷ്യം വെക്കുന്നത്. പകരം അതിനപ്പുറത്തേക്ക് താൻ BJP-യിലേക്ക് എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് മേയർ പറയുന്നു. നേരത്തെയും സുരേഷ് ഗോപി MP ആയിരിക്കുന്ന സമയത്ത്, രാജ്യസഭാ MP ആയിരിക്കുന്ന സമയത്ത് 1 കോടിയുടെ വികസന പദ്ധതികൾ തൃശ്ശൂരിൽ നടപ്പാക്കുകയുണ്ടായി. ആ സമയത്ത് തന്നെ സുരേഷ് ഗോപി പല വികസന പദ്ധതികളെക്കുറിച്ചും തന്നോട് സംസാരിച്ചിരുന്നു. അത്തരം പദ്ധതികൾ തൃശ്ശൂരിൽ നടപ്പാക്കണമെന്നൊരു ആഗ്രഹം മാത്രമാണ് തനിക്കുള്ളൂ. താൻ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മേയറുടെ വിശദീകരണം. അതേസമയം CPI-ക്കാകട്ടെ തുടരെയുള്ള മേയറുടെ സുരേഷ് ഗോപി പ്രകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനയിൽ വലിയ അതൃപ്തിയുമുണ്ട്. TK ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.